ഹായ് എവരിവൺ. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ്. സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഒരു ബീഡ്സ് കൊണ്ടുള്ളൊരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ഒരു 3-4 ഐറ്റംസ് കൊണ്ട് നമുക്കൊരു വളരെ എളുപ്പത്തിൽ ഒരു സൂപ്പറായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന 3-4 ഐറ്റംസാണ് ഞാനിപ്പോൾ എൻ്റെ ടേബിളിൽ വയ്ക്കുന്നത്. ഷുഗർ ബീഡ്സ് ഉണ്ട്, ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തരം സ്റ്റോൺസ് ഉണ്ട്, കുറച്ച് സീക്വൻസ് ഉണ്ട്, പിന്നെ ഒരു ട്യൂബ് പോലുള്ളൊരു അതാണ് മെയിനായിട്ട് ഉള്ളത്, ഒരു ട്യൂബ് പോലുള്ളൊരു ബീഡ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ളൊരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോണിയുടെ സൈസ് 9 നീഡിൽസാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ കൂടെ ഏറ്റവും ചെറുതായിട്ടുള്ള ഷുഗർ ബീഡ്സ് വരെ ഇതിൽ കയറി പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും തിന്നായിട്ടുള്ള ഇത് നീഡിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിലൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോൺ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോൾസ് ഉണ്ട്, അതിന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഹോൾസുള്ള സ്റ്റോണാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതായത് സൂചി ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ സ്റ്റോൺ അവിടെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റോൺ ഫിക്സ് ചെയ്യണത് 2 പ്രാവശ്യം വെച്ച് 4 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റോൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേണ്ടത് കുറച്ച് സീക്വൻസ് ആണ്. സീക്വൻസ് ഞാനിവിടെ പിങ്ക് ഷെയ്ഡിലെ സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. സീക്വൻസ് വളരെ തിന്നായിട്ടുള്ള സീക്വൻസ് അല്ല, കുറച്ച് തിക്കായിട്ടുള്ള, എന്നാൽ ഗ്ലാസ് അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ സീക്വൻസ് ആണ്. ഗ്ലാസ് പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സീക്വൻസ് ആണ്. ഗ്ലാസിൻ്റെ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടുതലായിരിക്കും നിങ്ങളുടെ ഡിസൈനിന്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സാധാരണ ബീഡ്സ് എംബ്രോയ്ഡറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് സ്യൂയിങ് മെഷീൻ്റെ ത്രെഡാണ്, എംബ്രോയ്ഡറി ത്രെഡല്ല. കുറച്ചുകൂടെ കട്ടി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടി കിട്ടുക മീൻസ് കുറച്ചും പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ഇടവരരുത്. അതുകൊണ്ട് നമ്മൾ നൈലോൺ ചേർന്ന ആ സ്യൂയിങ് മെഷീൻ്റെ ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീക്വൻസിന് 2 സൈഡും നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം, സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഞാൻ എടുത്തിരിക്കുന്ന ഈ സ്റ്റോൺ കുറച്ച് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ സെയിം ത്രെഡ് തന്നെ കൊണ്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇവിടെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഒരു 5 to 6. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂബ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ട്യൂബ്സ് കറക്റ്റ്, ചിലപ്പോൾ അതിൽ മെഷർമെൻറ്റ് വേരിയേഷൻ കാണും. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി 5 നമ്പർ ട്യൂബ്സ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ട്യൂബ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ ട്യൂബ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ടൈംസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് അവിടെ ഇരിക്കുള്ളൂ. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്, അതായത് നമുക്ക് ഷുഗർ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റോണിൻ്റെ സെയിം കളറിലുള്ള ഷുഗർ ബീഡ്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ചെയ്യുന്ന ത്രെഡ് അതനുസരിച്ചിട്ടും ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.